19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ? താങ്കളുടെ ബ്രദർ, താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു, കല്യാണം കഴിച്ചു. എന്തൊരു ശുദ്ധ വീട്ടിത്തരമാണത്, എന്തൊരു അസംബന്ധമാണ്. ഇറ്റ്സ് അബ്സേർഡ് അല്ലേ? എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരീരികത്തിലായി? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ്, അവളുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ലേ പറയാൻ പറ്റൂ. ഡോക്ടർക്ക് നിലപാടില്ല, ദാറ്റ്സ് യുവർ പ്രോബ്ലം. സൈക്കോളജിയാണോ ചെയ്യുന്നത്? രണ്ടു വെള്ളത്തെ ചവിട്ടിയാണോ സൈക്കോളജി സഞ്ചരിക്കുന്നത്? ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദേഷ്യപ്പെടും, ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കാൻ എടുക്കുക, ജസ്റ്റ് ഇറങ്ങി പോകൂ. ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരൻ. ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷാരിക എന്ന് പറയുന്ന ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂർ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് കണ്ടന്റ് മേക്കർ, അവർ തന്നെ പബ്ലിഷ് ചെയ്തൊരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങളായിട്ട് അവർ തന്നെ കാണിച്ചതാണ് ഞാനിവിടെ എടുത്തുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ ഡിസ്കഷൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതാണ് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഈ ഐറണി എന്നുള്ള വാക്കുകളൊക്കെ തലല്ലിച്ചാകുന്നത് ആ ടൈറ്റിൽ കാണുമ്പോഴായിരിക്കും. അതെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഇതിലൊരു ഡോക്ടർ ഗായത്രി, ഒരു സൈക്കോളജിസ്റ്റാണ്, അവരാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. വിഷയം ഇതാണ്: തന്നെക്കാൾ പ്രായമുള്ള സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുന്നത് ശരിയോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെയുള്ള ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഇവരുടെ പെർസ്പെക്റ്റീവ് പറയാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഈ ശാരിക എന്ന് പറയുന്ന ഈ ഇൻ്റർവ്യൂവർ നടത്തുന്ന പരാക്രമമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവരിതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഈ ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രേണു സുധിയുടെ ഇൻ്റർവ്യൂ എടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന റിയാക്ഷൻ ബ്ലോഗർ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗാണ് ഞാൻ കണ്ടത്. വളരെ രസകരമായ ഒരു വ്ളോഗായിരുന്നു അത്. അതിനുശേഷം ആ വിഷയത്തിൽ ഇവരൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ആ വീഡിയോയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ ഈ ഇത് കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല സംസാരിക്കുന്നതിനെ കുറിച്ച്. ആകെയുള്ളത് കുറച്ച് ശബ്ദമാണ്. ആ ശബ്ദം എടുത്ത് സംസാരിക്കുക, ബഹളം വെക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞാൽ ആളുകളെ പ്രൊവോക്ക് ചെയ്യുക. പേടി വരുന്നുണ്ടോ, ഭയം വരുന്നുണ്ടോ, നിങ്ങൾക്ക് ബോധമുണ്ടോ, വിവരമുണ്ടോ, അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ചില കണ്ടന്റ് എടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു ഡിസ്കഷനിൽ നമ്മളൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ ആ ആർഗ്യുമെന്റിന് ചില ഫാലസീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് ബേസ് ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും. ചിന്തിച്ചു നോക്കാനാണെങ്കിൽ വലിയ അർത്ഥങ്ങളൊക്കെ തോന്നും, പക്ഷെ അതിന് അതിന് ബേസ് ഉണ്ടാവില്ല. അതിലൊന്നാണ് ഈ ആഡ് ഹോമിനം എന്ന് പറയുന്നത്. എതിർവശത്തിരിക്കുന്ന ആളെ വ്യക്തിപരമായിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയാതെ അയാളുടെ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് സംസാരിക്കുക. ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന വളരെ ഷാലോ ആയിട്ട് നിൽക്കുന്ന ഒട്ടും ആഴമില്ലാത്തൊരു ഇൻ്റർവ്യൂ. പക്ഷേ ഈ വിഷയം കണ്ടതുകൊണ്ടാണ് ഞാൻ എന്തായിരിക്കും ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് അറിയാനായിട്ട് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ റിയാക്ട് ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ടെന്ന് കരുതി. എന്തായാലും നമുക്ക് ആദ്യം ഡോക്ടറുടെ മറുപടി കേട്ട് നോക്കാം. ശരിയോ തെറ്റോ? എന്റെ മറുപടി വളരെ സിമ്പിൾ ആണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ശരിയായ ഒരു മറുപടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ കൃത്യമായ മറുപടി ആയിട്ട് ഇത് മാത്രം എന്താ ഡോക്ടർ മാതിരി അവരോരുത്തർ പെർസ്പെക്റ്റീവ് ആണ്? ഡോക്ടർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നുമില്ല. അല്ല, ഒരാൾക്ക് അയാളെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, ആണുങ്ങളുടെ കാര്യമാണല്ലോ നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നത്, പ്രായം കൂടിയ ഒരു സ്ത്രീയെ നമ്മൾ അങ്ങനത്തെ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു അതിന് ഉത്തരം ഡോക്ടർ പറഞ്ഞേ പറ്റൂ. അല്ല, ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നിയെന്ന് വെച്ചോളൂ, പ്രായം കൂടുതൽ ഒരാളോട് ഇഷ്ടം തോന്നിയെന്ന് വെച്ചോ. ഇപ്പൊ ഒരുപാട് കപ്പിൾസ് ഉണ്ടല്ലോ അങ്ങനെ. ഡോക്ടറുടെ ഒരു മകനാണ് അത് ചെയ്യുന്നത്, ഡോക്ടർക്ക് മകനോട് വിചാരിക്കും ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ ഇഫ് ദാറ്റ്സ് മൈ സൺസ് ചോയ്സ്. ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. ഐ എം നോട്ട് എ പാരന്റ് ഹു വുഡ് എന്താ പറയാ ഗോ ആൻഡ് ടെൽ മൈ സൺ വാട്ട് ടു ഡു. പ്രശ്നമൊന്നുമില്ല. എന്താ ഡോക്ടർ പ്രശ്നം? അത് അവരുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. അതാണ് എന്റെ ആൻസർ. ഞാൻ ആ ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇതിൽ കൃത്യമായിട്ടൊരു വ്യക്തത എനിക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാതിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യത്തിൽ അവരുടെ മറുപടി വളരെ വ്യക്തമാണ്. ഒരു വ്യക്തിപരമായ പെർസ്പെക്റ്റീവാണ് അതവർ പറഞ്ഞു. രണ്ടാമത്, അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് അവർക്ക് എതിരഭിപ്രായമില്ല. ഇപ്പോൾ സ്വന്തം മകനെ കുറിച്ചാണ് അങ്ങനെ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. പല ആളുകളും ഒരു ചോദ്യം രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം നിന്റെ വീട്ടിലുള്ളവർ ചെയ്യോ, അല്ലെങ്കിൽ നിന്റെ അമ്മ ചെയ്യോ, നിന്റെ പെങ്ങളെ ചെയ്യോ, നിന്റെ മോൻ ചെയ്യോ, നിന്റെ ആങ്ങളെ ചെയ്യോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. ഇതൊരു മുട്ടായുക്തി ചോദ്യമാണ്, അല്ലാതെ വേറെ ഒരു സംഭവം അതിനകത്തില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ്, പഞ്ച് മ്യൂസിക് ഇട്ട് കൊടുക്കാവുന്നുള്ളൂ. എന്തായാലും ഈ ഗായത്രിനെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. എനിക്ക് അത് അവൻ്റെ പെർസ്പെക്റ്റീവാണ്, അത് അവൻ്റെ ചോയ്സാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിലൂടെ ആ വിഷയത്തെക്കുറിച്ച് ഗായത്രിയുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാകാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ശാരികയാണ്. ശാരിക ഉടൻ തന്നെ അതിൽ കയറി പിടിക്കണം. കാരണം ശാരികയ്ക്ക് കയറി പിടിക്കാനായിട്ടൊരു നൂല് കിട്ടുക എന്നുള്ളതാണ് ഡിസ്കഷനിലെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ ആ വിഷയത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഉടൻ തന്നെ ശാരിക അതിനകത്ത് കയറി പിടിച്ചു. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും ഡോക്ടർ അതിനൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് സാധിക്കുന്നുണ്ട്. ശാരികയ്ക്ക് ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ശാരിക പഠിച്ചിട്ട് പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആകുന്നത്. വെരി സിമ്പിൾ. ദിസ് ഈസ് വെരി ന്യൂ ടു ദി എൻറ്റയർ ഫ്രാറ്റേണിറ്റി. ശരി, ഇത് കണ്ടോ, അവിടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഒരു പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വളരെ നിസ്സാരമായിട്ട് ഇത് വളരെ സിമ്പിൾ അല്ലേ, പഠിച്ചങ്ങ് എടുത്താൽ പോലും. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണോ?
അങ്ങനെ നോക്കി ഈ ലോകത്തുള്ള എല്ലാ സബ്ജക്ട്സും വളരെ സിമ്പിളാണ്. അതൊരു IT പ്രൊഫഷൻ ആയാലും ഡോക്ടർ ആയാലും ലോയർ ആയാലും ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആളായാലും ആരായാലും അവർ ചെയ്യുന്ന പ്രൊഫഷൻ വളരെ സിമ്പിളാണ്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നീ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതിൽ ഒരു പുച്ഛമടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ എല്ലാവർക്കും താല്പര്യം എതിർവശത്തിരിക്കുന്ന ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട്സ് ഞാൻ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പഠിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. വളരെ ആഴമുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ബിഹേവിയർ പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ, അത് വെറും സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, അവരുടെ ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ 3 വർഷമായാലും പഠിച്ചു തരാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതൊരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അല്ലാതെ ഇപ്പോൾ 6 മാസം ട്രെയിനിങ് എടുത്തിട്ട് കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സംഭവം ഓക്കെ, അതൊക്കെ ചെയ്യാനായിട്ട് 6 മാസം മതിയായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ സൈക്കോളജി അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവർക്കത് തോന്നുന്നുണ്ടെങ്കിൽ എതിർവശത്തിരിക്കുന്ന ആളെ അടിച്ചിരുത്താനുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതൊരു പുതിയ അറിവാണ്, അതിൻ്റെ ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അറിവാണ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഇവരുടെ വാചാടോപം തുടരുകയാണ്. ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മറ്റേ നമ്മുടെ ഏതൊരു സിനിമ പറഞ്ഞാൽ തൊട്ടടുത്ത് മൈക്കോ വല്ല അമ്പലപ്പാട്ടോ പള്ളിപ്പാട്ടോ കൊണ്ട് ഡോക്ടർ ഓടുമല്ലോ. അല്ല, ശാരികയുടെ ഹൈ വോളിയം പ്രശ്നമുണ്ടോ? മ്യൂസിക് ഒന്നും വെക്കത്തില്ലേ? ബാസ് പ്രശ്നമാണോ? ശാരികയുടെ ഒച്ച ഈ അമ്പലപ്പാട്ടും പള്ളിപ്പാട്ടും ഒക്കെ പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ അവിടെ ചെന്ന്? അപ്പൊ നിങ്ങളുടെ പ്രശ്നമാണ് ഈ സൗണ്ട്. എന്റെ പ്രശ്നമല്ല, എന്റെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ്. ആരും അങ്ങ് ദൂരെ നിന്നാ പോലും എന്റെ സൗണ്ട്. ശാരിക, ഞാനൊരു കാര്യം പറയട്ടെ. ശാരിക ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് ഡോക്ടറുടെ ബന്ധമില്ല സംസാരിക്കുന്നത്. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഡോക്ടർക്ക് കിട്ടുമ്പോൾ ഡോക്ടറെ കൈ കിട്ടിയെന്ന് പറയാം, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക. അതിനല്ലോ നമ്മുടെ ചർച്ചയ്ക്കിരിക്കുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് ഇതിൽ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റൂ. എവിടെ നിന്നാണ് ഈ ടോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പെർസ്പെക്റ്റീവിനെ കൊടുത്ത് ചോദിക്കുന്നു, ആ പെർസ്പെക്റ്റീവ് മറുപടി പറയുന്നു. ഉടൻ തന്നെ അടുത്ത ചോദ്യമാണ് നിലപാടില്ലാതെ നിങ്ങളുടെ രോഗികളോട് നിങ്ങൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നൊരു ചോദ്യം വരുന്നത്. അവിടെ നിന്നാണ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നത്. അത് ശാരിക തന്നെ വഴിതിരിച്ചു വിട്ട ഒരു കാര്യമാണ്. ആ സബ്ജക്റ്റ് അല്ല, നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് എൻ്റെ നിലപാട് ഇതാണ്, എനിക്ക് അതൊരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവായിട്ടാണ് തോന്നുന്നത്, അവരുടെ സ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നത് എന്ന് പറയുന്നിടത്ത് ആ കാര്യം തീർന്നു. പക്ഷെ അവിടെ നിന്നാണ് ഈ നിങ്ങളുടെ രോഗികൾ നിങ്ങൾ എങ്ങനെയാണ് ചീസ് ചെയ്യുന്നത്, നിങ്ങൾ നല്ല സൈക്കോളജിസ്റ്റ് ആണോ എന്ന രീതിയിലേക്ക് ചോദ്യം വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ചർച്ച പോകുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഒരു ശബ്ദത്തെക്കുറിച്ച് തീർച്ചയായിട്ടും വലിയ ബഹളം ഉണ്ടാക്കുന്നതല്ല. അത് നമ്മൾക്ക് ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, empty vessels make noise എന്ന് പറഞ്ഞിട്ട്. കാലിപ്പാത്രമായിരിക്കും പളപളപളാന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്. അത് മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ മാക്ബത്ത് രാജാവ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് ഫ്യൂരി ആൻഡ് സൗണ്ട് സിഗ്നിഫൈ നത്തിങ്. അതിൽ അവസാനത്തെ പാട്ട് മാത്രമേ പറയാം, വിത്ത് ഫുൾ ഓഫ് ഫ്യൂരി ആൻഡ് സൗണ്ട് സിഗ്നിഫൈ നത്തിങ്. അർത്ഥമില്ലാത്ത ശബ്ദം മാത്രമേ ഉള്ളൂ, വെറുതെ ബഹളം വെക്കൽ മാത്രമല്ല, അതിനകത്ത് അർത്ഥങ്ങളൊന്നുമില്ല. ഈ ചർച്ചയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് സംസാരിച്ച് തുടങ്ങുന്നു, അതിൽ നിന്നൊരു ഡെവലപ്മെൻറ്റേ കാണുന്നില്ല. എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ നിലപാട് പറ, നിലപാട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകാത്തത് ശാരിക ടൈറ്റിലിന് മാത്രം ഓപ്പൺ ഡിസ്കഷൻ ഇട്ടിരിക്കുന്നതാണ്. മനസ്സിലൊരു ഓപ്പൺ ഡിസ്കഷൻ ആണെങ്കിൽ അത് കാര്യം മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഗായത്രിയും പിന്നീട് കുറച്ചിനും നമ്മൾ മനസ്സിലാക്കുന്നത് അവരും വ്യക്തിപരമായിട്ട് അതിന് വിഷയം സംസാരിക്കുന്നത്. ഇവരുടെ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂവിനെ റെഫർ ചെയ്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഇതുവരെ വന്നിട്ടുള്ള ഒരു ഗസ്റ്റിന് പോലും ശാരികയുടെ തലയിൽ സെൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്നില്ല. സെൻസ് എന്താണ്, സെൻസിബിലിറ്റി എന്താണ്, സെൻസ് ഓഫ് ഹ്യൂമർ ശാരിക അങ്ങനെ പറഞ്ഞോളൂ. ഇതാണ് ഇതിന്റെ പോക്ക്. ഇതിനു മുന്നേ മൈത്രേന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവരുടെ ഇതല്ലാതെ ഞാൻ കണ്ടിരിക്കുന്ന ഇന്റർവ്യൂ അത് മാത്രമാണ്. രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഞാൻ നേരത്തെ തന്നെ തുറന്നു പറയുന്നത്, അത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല രേണുസുധി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ വിട്ടുകളഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷം ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സബ്ജക്റ്റ് സംസാരിക്കാൻ താല്പര്യമില്ല. മൈത്രേനുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം മൈത്രേൻ സംസാരിക്കുന്ന ഒരു വിഷയം, ഒരു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൽ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്, ഒരു ക്രിയേറ്ററിന്റെ ഇന്റർവെൻഷൻ എന്താണെന്നുള്ളതാണ് സംസാരിച്ച് തുടങ്ങുന്നത്. പക്ഷേ ആ ഒരു സബ്ജക്റ്റിന്റെ ആഴത്തിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ മൈത്രേൻ പറയുന്ന ഒരു ആഴത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ശാരികയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ശാരിക എടുക്കുന്ന ഒരു തന്ത്രമാണ് എതിർവശത്തിരിക്കുന്ന ആളെ അവരുടെ ഇമോഷൻസിനെ അറ്റാക്ക് ചെയ്യുക. താങ്കൾക്ക് പേടി വരുന്നുണ്ടോ, താങ്കൾക്ക് ഭയമാണോ, താങ്കൾക്ക് കോപം വരുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അതൊക്കെ വളരെ അൺനെസസറി ആയിട്ടൊരു ചോദ്യമാണ്, ആവശ്യമില്ലാത്തൊരു ചോദ്യമാണ്, ആ സബ്ജക്റ്റുമായിട്ട് നിലനിൽക്കാത്തൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡോക്ടർ അതേ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് സെൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഭയമുണ്ടോ, ദേഷ്യപ്പെടാണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നത് ആ വിഷയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരുന്ന ഒരു ഇന്റർവ്യൂവിന്റെ പരാജയമാണ്. മാത്രമല്ല ഇവരുടെ ഉള്ളിൽ ഒരു സംഭവം കിടക്കുന്നുണ്ട്, അതിലേക്ക് എത്തിപ്പെടണം. അതിവർ പറയുന്നുണ്ട് ഇവരുടെ ഉള്ളിലെ കാര്യം എന്താണ്, അതിനെക്കുറിച്ച്
അവർ പറഞ്ഞതിന് ശേഷം എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ പറയുള്ളൂ. അപ്പൊ ഡോക്ടർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല. ഡോക്ടർ മറ്റുള്ള അഭിപ്രായമാണ് എന്റെ ചോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. സത്യത്തിൽ ശുദ്ധ മൂടത്തരമാണ് ഈ ഏറ്റവും പ്രായമുള്ള സ്ത്രീകളെ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഡിഫറൻസ്, ഏജ് ഡിഫറൻസ് ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ. യൂട്യൂബ് കപ്പിൾസിനൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു 19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീ വിവാഹം. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം പ്രണയമൊന്നുമല്ല. പ്രണയം തോന്നുന്ന ഒരു പ്രായമുണ്ട്, ഒരു ടീനിലെ പ്രായം. പ്രണയം എപ്പോഴെങ്കിലും തോന്നാന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ്, അവളുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. അല്ലാതെ ഹൃദയത്തിൽ തോന്നുന്ന ബട്ടർഫ്ലൈ എഫക്ട് ആ ടീനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ടീനേജറിന് അല്ലെങ്കിൽ 20s ഏർലി 20s മിഡ് 20s ഒരു പയ്യന് ഒരു 55 വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടിയിട്ട്, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്നത്. ഐ മീൻ വികാര വിക്ഷുബ്ധത, മറ്റേതിന്റെ സെൻസ് വികാര വിക്ഷുബ്ധതയാണ് ഉദ്ദേശിച്ചത്. ആ വികാര വിക്ഷുബ്ധത കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ. ഇവരുടെ ഈ പേഴ്സണൽ ഒപ്പീനിയൻ വീണ്ടും ആവർത്തിക്കുന്നിടത്ത് കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ്, അത് നമ്മുടെ സംസ്കാരത്തിനൊന്നും ചേരാത്തതെന്ന്. അപ്പം 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്: 1, സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന ആർഷഭാരത പൗരാണിക സംസ്കാരം. 2, ഈ പ്രണയത്തിൻ്റെ ഒരു കാലഘട്ടം. 3, ഈ പ്രണയിക്കുന്ന ഒരു ഉദ്ദേശം. ഇത് 3ഉം വെച്ചിട്ടാണ് ഇവരിതിനെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ശുദ്ധ മൂഢതരമാണ് എന്ന് ഇവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പൗരാണിക സാംസ്കാരികത എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രസകരമായിട്ടുള്ള കണ്ടെത്തലുകൾ കാണാൻ കഴിയും. അതിലൊന്ന്, ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ളൊരു കാര്യം. അതിപ്പോഴും കോൺട്രഡിക്റ്റാണ്. ചിലർ പറയുന്നു 15 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്, ചിലർ 11 വയസ്സെന്ന് പറയുന്നു, ചിലർ വെറും 11 മാസമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഏജിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയും. എന്നാലും കുറേ കൂടെയുള്ള സംഭവം എന്ന് പറയുന്നത് ഈ രാധയും കൃഷ്ണനും തമ്മിൽ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അതൊന്ന്. ഇനി കൃഷ്ണന്റെ സഹോദരനായിട്ടുള്ള ബലരാമൻ വിവാഹം കഴിച്ചിരിക്കുന്നത് രേവതിയാണ്. രേവതിക്ക് ബലരാമനേക്കാളൊരു പ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു, ഒരു യുഗത്തിന്റെ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. 1 വർഷവും 2 വർഷവും അല്ല കേട്ടോ, ഒരു യുഗത്തിന്റെ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ബ്രഹ്മപുരാണത്തിൽ പറയുന്നൊരു കഥയുണ്ട്. ആ കഥയിലൊരു രാജാവുണ്ട്. രാജാവ് തൻ്റെ ഭാര്യയ്ക്ക് ഒരു വേലക്കാരിയെ സമ്മാനിക്കുന്നെന്ന് പറയുന്നത്, അവരുടെ സഹായത്തിന് വേണ്ടി നിർത്തി കൊടുക്കുന്നതെന്ന് നമുക്ക് എടുക്കാം. രാജാവിന് തൻ്റെ ഭാര്യയിലുണ്ടാകുന്ന ഈ മകൻ വിവാഹം കഴിക്കുന്നത് ഈ വേലക്കാരിയാണ്. പിന്നെ കൃഷ്ണന്റെ മകനായിട്ടുള്ള പ്രദ്യുമ്നൻ വിവാഹം കഴിക്കുന്ന മായാവതിക്ക് പ്രദ്യുമ്നേക്കാൾ വളരെയധികം പ്രായവ്യത്യാസമുണ്ട്. ഈ പറഞ്ഞവരൊക്കെ ആണുങ്ങളെക്കാൾ പ്രായ വ്യത്യാസമുള്ള. ഇതൊക്കെ പുരാണത്തിലെ കഥയാണെന്ന് വിചാരിച്ച് നമുക്ക് വിടാം. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലെന്ന് നമുക്കാർക്കും അറിയില്ല. പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കഥ. ശരിക്കുള്ള ജീവിതത്തിലെ ചില വ്യക്തികൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ജീന ഡേവിസ് ആൻഡ് റീസ, അവർ തമ്മിൽ 15 വർഷത്തെ ഏജ് ഡിഫറൻസ് ആണുള്ളത്. 17 വർഷമായി വിവാഹിതരാണ്. 17 വർഷമായിട്ട് ഇവരുടെ ഈ ലസ്റ്റും സ്വത്തിനുള്ള ആഗ്രഹവും ഒന്നും തീർന്നില്ല എന്ന് ശാരീരികം ഒന്ന് കുത്തിയിരുന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ വട്ടം വരച്ചിരുന്ന് എൻ്റെ അകത്തിരുന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഓപ്പൺനെസ് ഇല്ലാതെ പോകുന്നതും പുറത്തുള്ള കാര്യങ്ങൾ അറിയാതെ പോകുന്നത്. അവിടെയാണ് ഈ മൈത്രേയൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിഷയം സംസാരിച്ച് വരുമ്പോൾ അത് വികസിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ചുരുങ്ങുകയല്ല വേണ്ടത്. അത് വികസിച്ച് വരണം ആ വിഷയം. ഇവിടെ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു തോട്ട് പ്രോസസ്സ് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, അതിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നു, അതിൽ നിന്ന് വികസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇതല്ലാതെ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് 1 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ തന്നെ ഹ്യൂജ് 25 വർഷത്തെ 40 വർഷത്തേക്ക് ഏജ് ഡിഫറൻസ് ഉള്ള ആളുകൾ വിവാഹം കഴിച്ച് ജീവിച്ചതിൻ്റെ കഥകളൊക്കെ നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്തൊക്കെ മനസ്സിലാവും. നമ്മളൊന്ന് സെർച്ച് ചെയ്തൊക്കെ കിട്ടും. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഇത് വെറുതെ പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലെസ്റ്റിന് വേണ്ടി, സെക്സിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ പ്രണയം എന്ന്. 20 വയസ്സിലാണ് പ്രണയം തോന്നുന്നത്. അതിന് മുകളിലേക്ക് പ്രണയമല്ലെന്നാണ് ഇവർ പറയുന്നത്. അതിന് മുകളിലേക്ക് പ്രണയിച്ച് നിങ്ങളാരും കാണാത്തതുകൊണ്ടായിരിക്കും. ഈ ചർച്ചയിൽ ഇതിൽ പങ്കെടുത്ത ഗായത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ട്? അപ്പോൾ അവരൊന്നും ഇല്ല, ഞാൻ പ്രണയിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കാത്തതിന് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാവും, അതിലേക്കൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ പ്രണയം എന്താണെന്ന് അറിയാത്തത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വിഷയത്തിലേക്കുള്ള ഒരു കാഴ്ചയില്ലാതാക്കുന്നുണ്ട്. ഇനി വിവാഹത്തിലൂടെയുള്ള മാത്രമാണ്, വിവാഹത്തിന് ശേഷമുള്ളതെല്ലാം ലെസ്റ്റാണെന്ന് പറയുന്നത്. ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു ലെസ്റ്റാണ്. ചെയ്യുന്നതിന് വേണ്ടി അംഗീകരിക്കപ്പെട്ടുള്ള ഒരു സംവിധാനമാണ് വിവാഹം. ഒരു ഭാര്യയും ഭർത്താവും ഒരു മുറിടകത്ത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തൊരു ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് അവർ അകത്തിരിക്കുകയാണ്. അതല്ലാതെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പ്രായപൂർത്തിയർ അകത്തിരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് മറ്റ് ചിന്താഗതി, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞില്ല മറ്റ് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആ മറ്റ് ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. ഈ വിവാഹം എന്ന് പറയുന്നത് സാധാരണ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞ അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് ഉണ്ടാക്കുന്ന വിവാഹമെല്ലാം ഈ പറയുന്നത് പോലെ ശുദ്ധമായ പ്രണയം കൊണ്ടാണോ?
പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ചില പ്രണയങ്ങളുണ്ടല്ലേ, റോമിയോ ജൂലിയറ്റ്, അല്ലെങ്കിൽ രമണൻ ചന്ദ്രിക, അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണത്തിൽ കണ്ടുള്ള ഓർഫ്യൂസ് ആൻഡ് യൂറിഡീസി, ഇവരുടെ പ്രണയങ്ങളൊക്കെ പോലെ വളരെ താത്വികമായിട്ടുള്ള, വളരെ പ്ലാറ്റോണിക് ആയിട്ടുള്ള പ്രണയമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? സ്വത്ത് നോക്കി, സൗന്ദര്യം നോക്കി, എത്രയൊക്കെ കിട്ടുമെന്ന് നോക്കി, ഇതൊക്കെ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ചില ആളുകൾ അതിന് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ചില ആളുകൾ സന്തോഷം അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ചില ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് മാത്രം അതിന് പ്രത്യേകിച്ച് ഒരു സാങ്ക്ടിറ്റി ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു 20 വയസ്സുകാരന് ഒരു 40 വയസ്സുകാരുടെ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അതിൽ ലസ്റ്റ് ഉണ്ടാകാം, ശരീരത്തിലുള്ള ആഗ്രഹം ഉണ്ടാകാം, പ്രണയമുണ്ടാകാം. ഇനി ചിലരുടെ ലക്ഷ്യം പണമായിരിക്കാം. ഇവിടെ ലക്ഷ്യം പണമായതുകൊണ്ട് ഇത് മോശമാണെങ്കിൽ നിങ്ങൾ മറ്റേത് മോശമാണെന്ന് പറയണം. സാധാരണ രീതിയിൽ നടക്കുന്ന വിവാഹം മോശമാണെന്ന് പറയുന്നത്. സ്ത്രീധനം ചോദിച്ച് മേടിച്ച് സർക്കാർ ജോലി ഉണ്ടോ എന്ന് നോക്കി അവരുടെ സ്വത്തും സ്റ്റാറ്റസും സൗന്ദര്യമൊക്കെ നോക്കി കെട്ടുന്നവർ അവർ ചെയ്യുന്നത് ഉൾപ്പെടുന്നതുകൊണ്ട് ഈ വിവാഹം മോശമാണെന്ന് നിങ്ങൾ പറയണം. ലസ്റ്റിന് വേണ്ടി, പണത്തിന് വേണ്ടിയാണെന്ന് പറയണം. അപ്പോൾ ഇതിനകത്ത് ചില സംഭവം നടക്കുന്നുണ്ട്. ജനറലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതാണ് സത്യത്തിൽ ഇതുവരെ ഈ 2 ഇന്റർവ്യൂ കണ്ടാലും, മൈത്രേൻ്റെ ഇന്റർവ്യൂ കണ്ടതിൽ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്കൊരു ഓപ്പൺനെസ് ഇല്ല. അത് മാത്രമല്ല, നിങ്ങളൊരു വിഷയത്തിലെ വളരെ ഉപരിപ്ലവമായിട്ട് മുകളിൽ നിന്ന് വെറും ഷാലോ ആയിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ഒരു ഡെപ്ത് ഇല്ല, ചോദ്യങ്ങൾക്കൊരു ഡെപ്ത് ഇല്ല, ആ വിഷയം വികസിക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നതോടെ അത് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും എൻ്റെ കൺക്ലൂഷനിൽ ഗായത്രി പറയുന്നൊരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പ്രായം കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും പ്രായം കുറഞ്ഞുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും ഏത് രീതിയിൽ കല്യാണം കഴിച്ചാലും കല്യാണങ്ങൾ ഇപ്പോൾ ലവ് മാരേജസ് മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, അറേഞ്ച് മാരേജസ് മാത്രമേ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു സിറ്റുവേഷൻ. ഇപ്പോൾ എല്ലാം അനുസരിച്ച് അച്ഛനമ്മമാർ പറയുന്നത് മാത്രം കേട്ട് കല്യാണം കഴിച്ച കുട്ടികളുടെ ജീവിതം ഒക്കെ അല്ല. ഈ പറയുന്നത് പോലെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു ദിവസം ഇറങ്ങി പോകുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ ഇത് മാരേജ് എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അത് മിക്ക സിറ്റുവേഷൻസിലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനിൽ നമുക്ക് അഭിപ്രായം പറയുന്നതിന് ചില പരിധിയുള്ള ഓഫ് ഗാർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമിച്ചിരിക്കുന്നു. എനിക്കത്രേ പറയാനുള്ളൂ. നമിച്ചിരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വന്ന് ഇത്രയും നേരം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, നമിച്ചിരിക്കുന്നു. അവസാനമായിട്ട് ഷേക്സ്പിയറിന്റെ നാടകത്തിൽ പറഞ്ഞ ഭാഗം, ഫുൾ ഓഫ് ഫ്യൂരി ആൻഡ് സൗണ്ട് സിഗ്നിഫൈ നത്തിങ്. അർത്ഥമില്ലാത്ത ശബ്ദ കോലാഹലമാണ് ശാരികയുടെ ഡിസ്കഷൻ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.